കൃഷി അറിവുകൾക്കൊരിടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. എന്താണ് PM പ്രണാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ജൈവവളങ്ങളോട് ചേർന്ന് രാസവളങ്ങളുടെ സമീകൃത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. 2022-23 ഏകദേശം 2.25 ലക്ഷം കോടി രൂപയായിരുന്ന രാസവളങ്ങളുടെ സബ്സിഡി ഭാരം കുറയ്ക്കുക. PM പ്രണാം സ്കീമിന്റെ പ്രധാന സവിശേഷതകൾ: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്കീമുകൾക്ക് നിലവിലുള്ള വളം സബ്സിഡികൾ ലാഭിക്കുന്നതിലൂടെയാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത്. PM പ്രണാം പദ്ധതിക്ക് പ്രത്യേക ബജറ്റ് ഉണ്ടാകില്ല. PM പ്രണാം പദ്ധതിയുടെ സബ്സിഡി സേവിങ്ങുകളും ഗ്രാന്റുകളും: സബ്സിഡി സമ്പാദ്യത്തിന്റെ 50% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായി നൽകും. ഗ്രാന്റിന്റെ 70% വിവിധ തലങ്ങളിലുള്ള ബദൽ വളങ്ങളും ഉൽപാദന യൂണിറ്റുകളും സാങ്കേതികമായി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആസ്തികൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം. ശേഷിക്കുന്ന 30% കർഷകർ, പഞ്ചായത്തുകൾ, വളം കുറയ്ക്കൽ, ബോധവൽക്കരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് പങ്കാളികൾക്ക് പ്രതിഫലം നൽകാനും പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. നമസ്കാരം. ഇന്ന് നമുക്ക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവായ കുരുമുളകിന്റെ കൃഷിരീതികളെ പറ്റിയും അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെയും പറ്റിയും പരിചയപ്പെടാം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളക് പൈപ്പറേസിയ എന്ന സസ്യകുടുംബത്തിൽപ്പെടുന്നു. ഈ ചെടിയുടെ പൂങ്കുലകളിലെ മണികളാണ് സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു വരുന്നത്. പല വിധത്തിലുള്ള പ്രജനന രീതികൾ നിലവിലുണ്ടെങ്കിലും തണ്ടുകൾ നട്ടിട്ടുള്ള പ്രജനന രീതിയാണ് പ്രചാരം. ശ്രീകര, ശുഭകര, പൗർണമി, പഞ്ചമി, ഗിരിമുണ്ട, തേവം, മലബാർ എക്സൽ, ശക്തി, പാലോട് 2, പന്നിയൂർ 1 മുതൽ 9 വരെയുള്ള ഇനങ്ങൾ, വിജയി എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. കുരുമുളകിന്റെ നടീൽ വസ്തു ഉൽപ്പാദിപ്പിക്കൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നല്ല വിളവ് തരുന്നതും രോഗവിമുക്തമായതും 5 മുതൽ 10 വർഷം വരെ പ്രായമുള്ള കുരുമുളക് ചെടികൾ മാതൃചെടികളായി സെപ്റ്റംബർ-ഒക്ടോബർ മാസങ്ങളിൽ തിരഞ്ഞെടുക്കണം. ഈ മാതൃസസ്യങ്ങളിൽ നിന്നും ചെന്തലകൾ ജനുവരി-ഫെബ്രുവരി മാസങ്ങളിൽ ശേഖരിക്കണം. ഇവ 2-3 മുട്ടുകളായി മുറിച്ച് ഇലകൾ അടർത്തിക്കളഞ്ഞ് പോളിത്തീൻ ബാഗിൽ നിറച്ച മിശ്രിതത്തിനിടയിലും 2 മുട്ട് മിശ്രിതത്തിന് മുകളിലായി നിൽക്കത്തക്ക വിധം നടാം. മണ്ണ്, മണൽ, ചാണകപ്പൊടി 2:1:1 എന്ന അനുപാതത്തിലാണ് ഉപയോഗിക്കേണ്ടത്. ചെന്തലകളുടെ മധ്യഭാഗത്താണ് നടാൻ ഏറ്റവും നല്ലത്. മുറിച്ചെടുത്ത കഷ്ണങ്ങൾ വേഗം വേര് പിടിച്ച് കിട്ടുന്നതിന് ഹോർമോൺ ഉപയോഗം നടത്തുന്ന രീതി പതിവുണ്ട്. ഇതിന് ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ് ഉപയോഗിക്കാം. ഈ ഹോർമോൺ ലായനി തയ്യാറാക്കുന്നതിന് 1 ഗ്രാം ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ് പൊടി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം. തണ്ടിന്റെ ചുവട് വെള്ളത്തിൽ നനച്ച് സെറാഡിക് ബി എന്നു പേരായ പൊടിയിൽ മുക്കിയിട്ട് നട്ടാലും മതി. തണ്ടിന്റെ ചുവട് വെള്ളത്തിൽ നനച്ച് സെറാഡിക് ബി എന്നു പേരായ പൊടിയിൽ മുക്കിയിട്ട് നട്ടാലും മതി. അതിനുശേഷം ബാഗുകൾ തണലത്ത് വെച്ച് 1-2 നേരം നനയ്ക്കണം. 3-4 ആഴ്ച കൊണ്ട് തണ്ടുകൾ മുളയ്ക്കുവാൻ തുടങ്ങും. ഇങ്ങനെ വേര് പിടിച്ച് കിട്ടുന്ന തണ്ടുകൾ 3 മാസത്തിനകം തോട്ടത്തിലേക്ക് മാറ്റി നടാൻ പാകമാകും. ദ്രുത പ്രബന്ധന രീതി: നല്ല ഇനം കുരുമുളക് തൈകൾ ത്വരിതഗതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്ന സാങ്കേതിക രീതി ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓല ഷെഡോ പോളിത്തീൻ ഷീറ്റും ഷെയ്ഡ് നെറ്റും ഉണ്ടാക്കിയ താൽക്കാലിക നഴ്സറിയോ അല്ലെങ്കിൽ PVC ഷീറ്റ് കൊണ്ട് മേഞ്ഞ ദീർഘകാല നഴ്സറിയോ ഉപയോഗിക്കാം. ഷെഡ് ഉണ്ടാക്കിയതിന് ശേഷം ഷെഡിൽ നീളമുള്ള വശത്തു നിന്നും 25 സെന്റിമീറ്റർ അകലെ വശത്തിന് സമാന്തരമായി 45 സെന്റിമീറ്റർ താഴ്ചയുള്ളതും 30 സെന്റിമീറ്റർ വീതിയിലുമുള്ള ചാലെടുക്കണം. എന്നിട്ട് മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ 1:1:1 അനുപാതത്തിൽ ചാലുകളിൽ നിറച്ചു കൊടുക്കണം. ഇതിന് സമാന്തരമായി മറ്റൊരു ചാല് 25 സെന്റിമീറ്റർ അകലത്തിൽ എടുത്ത് മേൽപ്പറഞ്ഞ മിശ്രിതം നിറച്ചു കൊടുക്കണം. ഇങ്ങനെ എടുത്ത 2 ചാലുകളുടെ ഇടയ്ക്ക് 20 മുതൽ 22 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു പരന്ന മൺതിട്ട ഉണ്ടാക്കണം. ഇതിന് മധ്യഭാഗത്ത് മുളകഷ്ണങ്ങൾ ചരിച്ചു നിർത്തുന്നതിന് നീളമുള്ള വശത്തിന് സമാന്തരമായി 45 സെന്റിമീറ്റർ ഉയരത്തിൽ ഒരു താങ്ങ് കൊടുക്കണം. മുളകഷ്ണങ്ങൾ ദുർബലമായ പ്രദേശങ്ങളിൽ PVC പൈപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. താങ്ങിനുമേൽ 7 മുതൽ 8 സെന്റിമീറ്റർ വ്യാസമുള്ള മുളകഷ്ണങ്ങൾ 1.25 മീറ്റർ നീളത്തിൽ 2ആയി കീറി ഏകദേശം 45 ഡിഗ്രി ചരിവിൽ വരിവരിയായി പരസ്പരം ചേർന്നിരിക്കുന്ന വിധത്തിൽ മലർത്തി കുത്തിനിർത്തും. കൂടുതൽ ഉറപ്പ് കിട്ടുന്നതിന് മുളകഷ്ണങ്ങൾ കീൽ പുരട്ടേണ്ടതുണ്ട്. കുത്തിനിർത്തിയ മുളകഷ്ണങ്ങളിനടുത്തായി എടുത്തിട്ടുള്ള ചാലുകളിൽ വേര് പിടിച്ച കുരുമുളക് തൈ പോളിത്തീൻ ബാഗിൻ്റെ അടിഭാഗം കീറിക്കളഞ്ഞതിന് ശേഷം മണ്ണിൽ ഉറപ്പിച്ചു വയ്ക്കുകയാണ് ഇനി വേണ്ടത്. വള്ളികൾ മുകളിലോട്ട് വളരുവാൻ തുടങ്ങുമ്പോൾ
മുളയുടെ ഉൾഭാഗത്ത് മണ്ണ്, ചാണകപ്പൊടി, മണൽ, ചകിരിപ്പൊടി അല്ലെങ്കിൽ മരപ്പൊടി എന്നിവ സമം ചേർത്ത് ഇട്ട് കൊടുക്കണം. മാത്രമല്ല മുട്ടുകൾ മെല്ലെ അമർത്തിയെടുക്കുകയും വള്ളികൾ മുളകഷ്ണങ്ങളോട് ചേർത്ത് കെട്ടിക്കൊടുക്കുകയും വേണം. വാഴനാര് 0.2% വീര്യമുള്ള കോപ്പർ ഓക്സിക്ലോറൈഡ് ലായനിയിൽ മുക്കിയെടുത്തതിന് ശേഷം ഉപയോഗിക്കാം. അടുത്തതായി നാഗപതി സമ്പ്രദായത്തെപ്പറ്റി നോക്കാം. വേര് പിടിപ്പിച്ച മാതൃസസ്യങ്ങളിൽ നിന്ന് കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിനുള്ള ലളിതമായ വേറൊരു മാർഗമാണ് നാഗപതി സമ്പ്രദായം. നഴ്സറി ഷെഡിന്റെ ഒരറ്റത്തായി മൺമിശ്രിതം നിറച്ചിട്ടുള്ള പോളിത്തീൻ ബാഗിൽ വേര് പിടിപ്പിച്ച 1-2 ഇലകളുള്ള കുരുമുളക് തൈച്ചെടി വയ്ക്കുന്നു. ഈ ചെടിയിൽ അടുത്ത തളിരുകൾ ഉണ്ടായി തുടങ്ങുമ്പോൾ മൺമിശ്രിതം നിറച്ചിട്ടുള്ള ചെറിയ പോളിത്തീൻ ബാഗുകൾ നിരനിരയായി അടുക്കി വയ്ക്കുന്നു. മുട്ടുകൾ മൺമിശ്രിതത്തിൽ മുട്ടിയിരിക്കുവാനായി ആകൃതിയിലുള്ള ഈർക്കിൽ കഷ്ണം ഇലകളുടെ അടുത്ത് വെച്ച് മിശ്രിതത്തിൽ കുത്തിക്കൊടുക്കണം. മുട്ടുകളിൽ നിന്ന് പുതിയ വേരുണ്ടാകുന്നതും തണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നതും കാണാൻ കഴിയും. പുതിയ തളിരുകൾ ഉണ്ടാകുന്നതിനോടൊപ്പം ഓരോ മുട്ടിലും മൺമിശ്രിതം നിറച്ച പോളിത്തീൻ ബാഗ് വെച്ച് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 മാസമാകുമ്പോഴേക്കും ഏകദേശം 15 മുട്ടുകൾ ഈ രീതി അനുസരിച്ച് ഉണ്ടാകും. അടുത്തതായി കോളം രീതിയെപ്പറ്റി പരിചയപ്പെടാം. IISR വികസിപ്പിച്ചെടുത്ത ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് കോളം രീതി. കുത്തനെ സ്ഥാപിച്ച കമ്പിവല തൂണുകളിൽ കുരുമുളകിൻ്റെ വേര് പിടിപ്പിച്ച കേറുതലകൾ, കണ്ണിത്തലകൾ, ചെന്തലകൾ എന്നീ 3 തരത്തിലുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുന്ന രീതിയാണിത്. ഏകദേശം 2 മീറ്റർ നീളവും 30 സെന്റിമീറ്റർ വ്യാസമുള്ള സിലിണ്ടർ ആകൃതിയിൽ നിർമ്മിച്ച കമ്പിവല കൂടുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇത്തരം കമ്പിവലകൾക്ക് 10 kg കനവും 1 അടി 1/2 അടി മെഷ് വലിപ്പവും വേണം. ഏകദേശം 1.5 മുതൽ 2 മീറ്റർ അകലത്തിൽ കുത്തനെ നാട്ടിയ കമ്പിവല തൂണുകളുടെ ഉള്ളിൽ 3:1 എന്ന അനുപാതത്തിൽ പഴകിയ ചകിരിച്ചോറും മണല കമ്പോസ്റ്റും നിറയ്ക്കണം. ട്രൈക്കോഡർമ കൾച്ചർ 1 കിലോഗ്രാം മിശ്രിതത്തിന് 10 ഗ്രാം എന്ന തോതിൽ ചേർക്കുന്നത് രോഗബാധ കുറയ്ക്കുവാൻ സാധിക്കും. തൂണുകൾക്ക് ചുവട്ടിൽ ചുറ്റുമായി പോളിത്തീൻ കൂടുകളിൽ വളർത്തിയ വേര് പിടിപ്പിച്ച വള്ളികൾ 10 എണ്ണം വളർത്തണം. കുത്തനെ വളരുന്ന തലകളെ ഈർക്കിൽ ഉപയോഗിച്ച് വലകൾക്കുള്ളിലെ മിശ്രിതത്തിൽ ഉറപ്പിക്കുന്നത് ശരിയായ രീതിയിൽ വേരുപടലം ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു. മാസത്തിലൊരിക്കൽ പോഷകലായനി നേരത്തെ വിവരിച്ച പ്രകാരം ഇലകളിൽ ഒഴിക്കുകയും കമ്പിവല തൂണുകളിലെ നടീൽ മിശ്രിതത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വള്ളികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും നല്ല ഉൽപാദനശേഷിയുള്ള കുരുമുളക് ഇനങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ടെങ്കിലും കുരുമുളക് തൈകളുടെ ലഭ്യതക്കുറവും മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളും കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. കുറഞ്ഞ സമയം കൊണ്ട് കുരുമുളകിന്റെ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ വൻതോതിലുള്ള ഉൽപാദനം സാധ്യമാക്കുന്ന ഒരു രീതിയാണ്. ഈ രീതി ഉപയോഗിച്ച് 3 തരത്തിലുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. കുറ്റിക്കുരുമുളക്. വീട്ടുവളപ്പിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക്, വിശേഷിച്ച് നഗരവാസികൾക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ കുറ്റിക്കുരുമുളക് ഉപകരിക്കും. കൂടാതെ മിക്കവാറും എല്ലാ സമയത്തും പച്ചക്കുരുമുളക് ലഭ്യമാക്കുന്നതിനും വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ അലങ്കാര ചെടിയായി കുറ്റിക്കുരുമുളക് നട്ടുപിടിപ്പിക്കാം. എല്ലാ കുരുമുളക് ഇനങ്ങളും കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുവാൻ പറ്റിയതാണ്. നല്ല വിളവുള്ള കുരുമുളക് വള്ളികളിൽ നിന്ന് 1 വർഷം പ്രായമായ ചെറുമുകുളങ്ങളോടുകൂടി 15 സെന്റിമീറ്ററെങ്കിലും നീളമുള്ള പാർശ്വശാഖകൾ 2 മുതൽ 4 വരെ ഇലകളോട് കൂടി മുറിച്ചെടുത്ത് മുകളിലത്തെ ഇലകൾ ഒഴിച്ചുള്ളവ മുറിച്ചുമാറ്റി 0.2% വീര്യമുള്ള കോപ്പർ ഓക്സിക്ലോറൈഡ് ലായനിയിൽ 20 മുതൽ 30 മിനിറ്റ് വരെ ഇട്ടുവയ്ക്കുക. ഇപ്രകാരം തയ്യാറാക്കിയ ശിഖരങ്ങളെടുത്ത് മൂർച്ചയുള്ള കത്തികൊണ്ട് അടിഭാഗം ചിരിച്ചു മുറിക്കുക. ഇവ കെറാഡിക്സ്, സെറാഡിക്സ് എന്നീ വേര് പിടിപ്പിക്കുന്നതിനുള്ള പൊടിയിൽ മുക്കി വയ്ക്കുക. ഈ രാസവസ്തു തണ്ടുകൾക്ക് എളുപ്പത്തിൽ വേര് വളരുന്നതിനും കൂടുതൽ വേരുകൾ ഉണ്ടാകുന്നതിനും സഹായകരമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കുരുമുളകിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. അന്താരാഷ്ട്ര വിപണിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ് കുരുമുളകും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളും. കേരളത്തിൽ കുരുമുളകിന്റെ വിളവെടുപ്പ് കാലം നവംബർ മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. സാധാരണയായി തിരിയിട്ട് 180 മുതൽ 200 ദിവസം കഴിയുമ്പോഴാണ് കുരുമുളക് വിളവെടുക്കുന്നത്. എന്നാൽ ഹൈറേഞ്ച് മേഖലകളിൽ മൂപ്പെത്തുന്നതിന് കാലതാമസം വേണ്ടിവരും. അവിടെ അന്തരീക്ഷ ഊഷ്മാവ് താരതമ്യേന കുറവായിരിക്കും. വിളവെടുപ്പ്. കുരുമുളക് തിരികൾ ശരിയായി മൂപ്പെത്തിയ ശേഷം മാത്രം പറിച്ചെടുക്കുക. മൂപ്പെത്തുന്നതിന് മുമ്പ് പറിച്ചെടുക്കുന്നത് കുരുമുളകിന്റെ ഗുണമേന്മയിലും വിളവിലും കുറവുണ്ടാക്കുന്നു. കാലാവസ്ഥയിൽ അസാധാരണമായിട്ടൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഒരേ കൊടിയിലുണ്ടാകുന്ന തിരിയിൽ ഏറിയ പങ്കും ഒരേ പ്രായമായിരിക്കും. അതുകൊണ്ട് കൊടിയിലെ ഏതാനും തിരികളിലെ മണികൾ പഴുത്തു തുടങ്ങുമ്പോൾ ആ കൊടിയിലെ കുരുമുളക് മുഴുവൻ പറിച്ചെടുക്കാം.
2-3 പ്രാവശ്യമായി തിരിയിടുന്ന സ്വഭാവമുള്ള വള്ളികൾ ഉണ്ടെങ്കിൽ അവയിൽ നിന്നും ഓരോ പ്രാവശ്യം മൂപ്പെത്തുന്നതനുസരിച്ച് കുരുമുളക് പറിച്ചെടുക്കണം. കുരുമുളകിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ 3 രീതിയിൽ തരംതിരിക്കുന്നു. കറുത്ത കുരുമുളകിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, വെള്ള കുരുമുളകിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, കൂടാതെ പച്ചക്കുരുമുളകിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ. കറുത്ത കുരുമുളകിന്റെ ഉൽപ്പാദനം. തിരിയിൽ നിന്നും മണികൾ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി പറിച്ചെടുത്ത കുരുമുളക് വെയിലേൽക്കാതെ ഒരു മുറിയിൽ ഒരു ദിവസമെങ്കിലും കൂട്ടിയിടുന്നു. പിന്നീട് ഇവ കാലുകൊണ്ട് മെതിച്ച് മണികൾ തിരിയിൽ നിന്നും വേർപെടുത്തി എടുക്കുന്നു. തിരിയിൽ അവശേഷിക്കുന്ന മണികൾ പിന്നീട് കൈകൾ ഉപയോഗിച്ച് വേർതിരിക്കുക. കുരുമുളക് മണികൾ വേർപെടുത്തുന്നതിനായി മെതിയന്ത്രങ്ങളും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ശുചിത്വപരമായി മണിക്കൂറിൽ 1/2 ടൺ മുതൽ 1 ടൺ വരെ കുരുമുളക് മണികൾ വേർതിരിച്ചെടുക്കാം. യന്ത്രങ്ങൾ ഉപയോഗിച്ച് വേർപെടുത്തിയ കുരുമുളകിന്റെ ആകൃതിയിലോ ഗുണത്തിലോ മാറ്റം വരുന്നില്ല. ഇങ്ങനെ വിവിധ രീതിയിൽ മെതിച്ചെടുക്കുന്ന കുരുമുളക് വൃത്തിയാക്കിയ ശേഷം 3 മുതൽ 7 ദിവസം വരെ വെയിലിൽ ഉണക്കുക. സൂര്യന്റെ ചൂടിന്റെ ലഭ്യതയനുസരിച്ച് ഉണക്കുന്ന സമയം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ശരിയായി ഉണക്കിയ കുരുമുളകിന്റെ ഈർപ്പം 8 മുതൽ 10% കൂടരുത്. തിരികളിൽ നിന്ന് മാറ്റിയ കുരുമുളക് മണികൾ തിളപ്പിച്ച വെള്ളത്തിൽ 1 മിനിറ്റും മുക്കിയെടുത്താൽ മണികൾക്ക് നല്ല ആകർഷകത്വവും കറുപ്പ് നിറവും ലഭിക്കുന്നു. ഇതിനു പുറമെ ഉണങ്ങുവാൻ ആവശ്യമായ സമയം കുറഞ്ഞു കിട്ടും. കുരുമുളക് ഉണക്കുവാനായി ഈറ്റ കൊണ്ടുണ്ടാക്കിയ പനമ്പോ വൃത്തിയാക്കിയ കോൺക്രീറ്റ് തറയോ കറുപ്പ് നിറമുള്ള കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റോ ഉപയോഗിക്കാം. പനമ്പ് ഉപയോഗിക്കുമ്പോൾ ഉലുവ കടലാസ് മിശ്രിതം 2:1 പുരട്ടി അതിൻ്റെ ഉപരിതലം ലഘുവാക്കാവുന്നതാണ്. മണികൾ ഉണങ്ങുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള ഉണക്കുപുരകൾ ഉപയോഗിക്കാവുന്നതാണ്. ഡ്രയറുകൾ ഉപയോഗിക്കുമ്പോൾ അവയിലെ ചൂട് 60 ഡിഗ്രി സെൽഷ്യസിൽ കൂടാതെ ശ്രദ്ധിക്കണം. വെള്ള കുരുമുളക്. വിളഞ്ഞു പഴുത്ത കുരുമുളക് 7 മുതൽ 10 ദിവസം വെള്ളത്തിലിട്ട് പുറംതൊലി നീക്കിയെടുത്താൽ കിട്ടുന്ന ക്രീം നിറത്തിലുള്ള മണികളാണ് വെള്ളക്കുരുമുളക്. ഭക്ഷണങ്ങളിലെ ചേരുവയായും സോസുകൾ, സൂപ്പ് എന്നിവയിലും ഉപയോഗിക്കുവാൻ അനുയോജ്യം. ഹൃദ്യമായ സുഗന്ധവും എരിവും പകരുന്നതിന് നല്ലതാണ്. വെള്ളക്കുരുമുളകിന്റെ ആകർഷകമായ നിറം, മണം, രുചി കാരണം യൂറോപ്പിലും മധ്യ പടിഞ്ഞാറൻ രാജ്യങ്ങളിലും ഇതിന്റെ ആവശ്യക്കാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കറുത്ത കുരുമുളകും വെളുത്ത കുരുമുളകും രുചിയിലും മണത്തിലും ഒരുപോലെയാണെങ്കിലും ബാഷ്പതൈലത്തിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വെള്ളക്കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ. 1. അഴുകിപ്പിക്കൽ. കുറഞ്ഞ പക്ഷം 3 മുതൽ 5 വരെയെങ്കിലും മൂത്ത് പഴുത്ത കായ്കൾക്കുള്ള തിരികൾ വിളവെടുക്കുക. മൂപ്പെത്താത്ത കായ്കൾ തിരികളിൽ നിന്നും അടർത്തി മാറ്റുക. അതിനുശേഷം കായ്കൾ മുറിയിൽ കൂട്ടിയിട്ട് നല്ല വൃത്തിയുള്ള ചാക്കുകൾ കൊണ്ട് മൂടി 1-2 ദിവസം സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ബാക്കിയുള്ള കായ്കൾ കൂടി പഴുത്തു കിട്ടും. പഴുത്ത കായ്കൾ തിരിയിൽ നിന്നും അടർത്തിയെടുക്കുക. രണ്ടാമത്തെ രീതിയാണ് കുതിർക്കൽ അഥവാ സോക്കിംഗ്. അടർത്തിയെടുത്ത പഴുത്ത കായ്കൾ 50 കിലോഗ്രാം തൂക്കം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വൃത്തിയുള്ള ചണച്ചാക്കുകളിൽ നിറച്ചു കെട്ടുക. ഈ ചാക്കുകൾ നല്ല ശുദ്ധമായ ഒഴുക്കുള്ള വെള്ളത്തിൽ നിക്ഷേപിക്കുന്നു. ഇതിലേക്കായി ടാങ്ക് കെട്ടി വെള്ളമൊഴുക്കി വിടുന്ന രീതി കൃത്യമായി ഉണ്ടാക്കാവുന്നതാണ്. ചാക്കുകെട്ടുകൾ ഒരു കുറ്റിയോട് ബന്ധിച്ചിടുന്നത് സുരക്ഷിതമായിരിക്കും. ഈ ചാക്കുകൾ 6 മുതൽ 9 ദിവസം വരെ ഒഴുക്കുള്ള വെള്ളത്തിൽ മുക്കിയിടണം. എന്നാൽ മാത്രമേ പുറമേയുള്ള തൊലി സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്താൽ അഴുകിപ്പോവുകയുള്ളൂ. അതിനുശേഷം കുരുമുളക് മണികളുടെ പുറംതോട് അരിപ്പകളിൽ ഉരച്ച് നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കുന്നു. പുറംതോട് കളഞ്ഞ കുരുമുളക് ജലാംശം 8 മുതൽ 10% എത്തുന്നതുവരെ നല്ലവണ്ണം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. പഴുക്കാത്ത ബാക്കി മണികൾ ആവശ്യമെങ്കിൽ പഴുപ്പിക്കുന്നതിനായി 2000 ppm എത്രൽ തളിച്ച് അഴുകിപ്പിക്കാവുന്നതാണ്. മൂന്നാമത്തെ രീതി യന്ത്രം ഉപയോഗിച്ചുള്ള വെള്ളക്കുരുമുളകിന്റെ ഉൽപാദനം. കുരുമുളകിന്റെ പുറംതൊലി യന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നു. ഇത്തരത്തിൽ യന്ത്രസഹായത്താൽ പുറംതൊലി കളഞ്ഞ കുരുമുളകിന് ഉപഭോക്താക്കളും വിപണിയിലെ സ്വീകാര്യതയും കുറവാണ്. പച്ചക്കുരുമുളകിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ. ജർമ്മനി, ഫ്രാൻസ് മുതലായ യൂറോപ്യൻ രാജ്യങ്ങളിൽ പച്ചക്കുരുമുളകിന് നല്ല പ്രതിപത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചക്കുരുമുളക് നിർജ്ജലീകരിച്ചോ തണുപ്പിച്ചോ അതേപടിയോ കയറ്റി അയക്കുന്നതിനും ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്നതിനുമുള്ള മാർഗങ്ങൾ ലഭ്യമാണ്.
ലഭ്യമാണ്. നിർജ്ജലീകരിച്ച പച്ചക്കുരുമുളക്. പച്ചക്കുരുമുളക് വള്ളികളിൽ നിന്നും മുഴുവൻ മൂപ്പെത്തുന്നതിന് മുമ്പ് പറിച്ചെടുത്ത് സംസ്കരിക്കുന്നതാണ് നിർജ്ജലീകരിച്ച പച്ചക്കുരുമുളക്. ഒരേ വലിപ്പവും തൂക്കവുമുള്ള പച്ചക്കുരുമുളക് മണികൾ പറിച്ചെടുത്ത് ഏകദേശം 20 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെള്ളം ഒഴിവാക്കിയ ശേഷം തണുപ്പിച്ച് സൾഫർ ഡയോക്സൈഡിൽ മുക്കിയെടുക്കുന്നു. പച്ച നിറം നിലനിർത്തുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 50 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കണം. സൂര്യപ്രകാശത്തിൽ ഉണങ്ങുവാൻ പാടില്ല. ബോട്ടിലിലാക്കിയ ഉപ്പിലിട്ട പച്ചക്കുരുമുളക്. 5 മുതൽ 6 മാസം മൂപ്പുള്ള പച്ചക്കുരുമുളക് 20% ഉപ്പുവെള്ളത്തിൽ 4 ആഴ്ച ഇട്ട ശേഷം വെള്ളം വാർത്തുകളയുക. പിന്നീട് 16% ഉപ്പുവെള്ളത്തിൽ ദശലക്ഷത്തിൽ 100 സൾഫർ ഡയോക്സൈഡും 0.2% സിട്രിക് അമ്ലവും ചേർത്ത് വലിയ ബോട്ടിലാക്കി സൂക്ഷിക്കുക. മരവിപ്പിച്ച് ഉണക്കിയ പച്ചക്കുരുമുളക്. തോട്ടത്തിൽ നിന്നും എടുക്കുന്ന കുരുമുളക് തണുപ്പിച്ച് മരവിപ്പിച്ച് ഉണക്കിയെടുക്കുന്നതിനാണ് പച്ചക്കുരുമുളകിന്റെ തനിമ നിലനിർത്തുവാൻ ഇതിന് കഴിയും. പച്ചക്കുരുമുളകിന്റെ മറ്റ് ഉൽപ്പന്നങ്ങൾ. പച്ചക്കുരുമുളക് ഉപ്പിലിട്ട് വൻ പാക്കറ്റുകളിലാക്കിയത്. ബൾക്ക് പാക്ക് ചെയ്ത കുരുമുളക് മണികൾ വ്യത്യസ്ത അളവുകളിൽ PVC പാത്രങ്ങളിൽ 16% വീര്യമുള്ള ഉപ്പ് ലായനി, 1 മുതൽ 2% വീര്യമുള്ള അസറ്റിക് അമ്ലം എന്നിവയുപയോഗിച്ച് സൂക്ഷിക്കുന്നു. ഇതിന് പകരമായി കുരുമുളകിന് നല്ല നിറം ലഭിക്കുവാൻ 0.25% വീര്യമുള്ള സിട്രിക് ആസിഡ്, 100 ppm സൾഫർ ഡയോക്സൈഡ് എന്നിവ ചേർത്ത് 16% വീര്യമുള്ള ഉപ്പ് ലായനി ഉപയോഗിക്കാവുന്നതാണ്. അച്ചാർ. പച്ചക്കുരുമുളക് വിവിധ മാധ്യമങ്ങളിലാക്കിയും പച്ചക്കുരുമുളക് കലർത്തിയും ഉണ്ടാക്കിയ അച്ചാറുകൾ വിപണിയിൽ ലഭ്യമാണ്. കറുത്ത കുരുമുളകിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ. കുരുമുളക് പൊടി. സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ച ഇക്കാലത്ത് വളരെ താണ ഊഷ്മാവിൽ മണമോ ഗുണത്തിന്റെ ദശലക്ഷത്തിലൊരംശമോ നഷ്ടപ്പെടാതെ കുരുമുളക് യന്ത്രങ്ങൾ ഉപയോഗിച്ച് പൊടിച്ചാണ് കറുത്ത കുരുമുളക് പൊടി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പൊടിച്ചെടുത്ത കുരുമുളക് അരിച്ചെടുത്ത് വിവിധ അളവുകളുള്ള പാക്കറ്റുകളിൽ നിറച്ച് വിൽക്കുന്നു. സ്റ്റെറിലൈസ്ഡ് പെപ്പർ. ഉണങ്ങിയ കറുത്ത കുരുമുളക് പ്രത്യേകം യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് 1 മിനിറ്റ് ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കിയ ശേഷം പെട്ടെന്ന് തണുപ്പിച്ച് പാക്ക് ചെയ്യുന്ന ഉൽപ്പന്നം. ഇതിനിപ്പോൾ പ്രത്യേക വിപണിയുണ്ട്. വെള്ളക്കുരുമുളകിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ. വെള്ളക്കുരുമുളക് പൊടിയുടെ ഉൽപ്പന്ന പ്രക്രിയ കറുത്ത കുരുമുളക് പൊടിയുടെ ഉൽപ്പാദനത്തിന് സമാനമാണ്. പക്ഷേ ഒരു വ്യത്യാസം, പൊടി ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത് വെള്ളക്കുരുമുളകാണ്. ഒലിയോറെസിൻ. കുരുമുളക് പൊടിയിൽ നിന്നും സോൾവെന്റ് എക്സ്ട്രാക്ഷൻ സാങ്കേതിക വിദ്യയിലൂടെ ഈഥൈൽ ആൽക്കഹോൾ, അസറ്റോൺ തുടങ്ങിയ ഓർഗാനിക് അമ്ലങ്ങൾ ഉപയോഗിച്ചാണ് ഒലിയോറെസിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു സാങ്കേതിക വിദ്യയാണ് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡ് എക്സ്ട്രാക്ഷൻ. ഈഥൈൽ ആൽക്കഹോൾ, അസറ്റോൺ തുടങ്ങിയ ഓർഗാനിക് അമ്ലങ്ങൾ ഉപയോഗിച്ച് വാറ്റിയെടുക്കുമ്പോൾ കുരുമുളകിന് മണവും എരിവും നൽകുന്ന സത്തുക്കൾ മുഴുവൻ വേർതിരിച്ചെടുക്കാം. മത്സ്യമാംസങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും കടുപ്പം കുറഞ്ഞ പാനീയങ്ങൾ, ചില സുഗന്ധദ്രവ്യങ്ങൾ, മിഠായികൾ എന്നിവ നിർമ്മിക്കുവാനും സത്ത് ഉപയോഗിക്കുന്നു. ഒലിയോറെസിന്റെ ഉൽപ്പന്നങ്ങളാണ് സമ്പുഷ്ടമായ കുരുമുളകെണ്ണ, ലയിക്കാവുന്ന കുരുമുളകെണ്ണ, ദ്രാവക കുരുമുളക്, കുരുമുളക് എമൽഷൻ, സാന്ദ്രീകരിച്ച കുരുമുളക്, കുരുമുളക് സത്ത്, സ്പ്രേ ഡ്രൈയിങ് പോലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൂക്ഷ്മമായി ക്യാപ്സ്യൂൾ പരുവത്തിലാക്കുന്ന മൈക്രോ എൻക്യാപ്സുലേറ്റഡ് കുരുമുളക് ഫ്ലേവറുകൾ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLM-ന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ, SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള
ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SSG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SSGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLMന് കീഴിൽ SSGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLMന് കീഴിൽ SSGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SSGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SSGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SSGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SSGകൾ വാടകയ്ക്ക് നൽകുകയും SSGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SSGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIFൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ ഈസി ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക്, കർഷകർക്ക് ഡ്രോൺ സേവനം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടം ഫോഴ്സ്. ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടം ഫോഴ്സ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടം ഫോഴ്സ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20-5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ
കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.50023 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15, FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും
മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOM ൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ്. പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FECT കാർഷികം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FECT കാർഷിക സ്പോൺസർഡ് പരിപാടി.